സൈനിക പക്ഷത്തിന്റെ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കേണൽ അച്യുതൻ അവറുകൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പൂർവ്വ സൈനിക പക്ഷത്തിന്റെ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ അജയൻ, ഈ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ബഹുമാന്യായിട്ടുള്ള കൺവീനർ ശ്രീകുമാരൻ മാസ്റ്റർ, വേദിയിലും സദസ്സനുമുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നമസ്കാരം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസനത്തിന്റെ ചെറിയൊരു കരടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ടായി. ഒരുപക്ഷെ നമ്മൾ കാണുന്ന ഈ പാലക്കാട് നഗരത്തിലും മറ്റും കാണുന്ന അല്ല പാലക്കാടിന്റെ യഥാർത്ഥ ജീവിതമെന്നും നമുക്ക് താഴെത്തട്ടിലേക്ക് പോകുന്ന സമയത്ത് അറിയാറുണ്ട്. കുടിക്കാൻ പോലും വെള്ളം ലഭിക്കാത്ത, അതിനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ട നിരവധി പ്രദേശങ്ങൾ, ഗ്രാമങ്ങൾ ഇന്നും പാലക്കാടുണ്ട്. അതുപോലെ തന്നെ ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വ്യവസായ മേഖലയായിട്ട് അറിയപ്പെട്ടിരുന്ന കഞ്ചിക്കോട് വ്യവസായ മേഖല, ആ വ്യവസായ മേഖലയിലെ തൊഴിലാളികളെ കാണുന്ന സമയത്ത് അവര് സന്തോഷത്തോടു കൂടിയിട്ടല്ല അവരുടെ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാണ് ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുക, ഞങ്ങളുടെ ജീവിതം എന്നാണ് വഴിമുട്ടുക എന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുന്ന തൊഴിലാളികൾ. വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ കാണുന്ന സമയത്ത് അവർ പറയുന്നത്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇവിടെ യാതൊരു സാധ്യതയില്ല, ഞങ്ങൾ പാലക്കാട് വിട്ടു പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും ആശങ്ക നിറഞ്ഞ ഒരു പാലക്കാടിനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണാൻ കഴിയുന്നത്. ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും. ബഹുമാന്യായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ മാത്രം മതി നമുക്ക് നമ്മുടെ പാലക്കാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം. എന്തുകൊണ്ടോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആ പദ്ധതികൾ നമ്മുടെ ഗ്രാമങ്ങളിൽ എത്തുന്നില്ല, നമ്മുടെ പ്രദേശങ്ങളിൽ എത്തുന്നില്ല. അത് ഈ നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലും എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവര് അത് എത്തിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് പാലക്കാട് ഇപ്പോഴും അവികസിതമായിട്ടുള്ള കേരളത്തിലെ 14ാമത്തെ പിന്നോക്ക ജില്ലയായിട്ട് ഇന്നും അറിയപ്പെടുന്നു. നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ അംഗങ്ങളെ ശ്രീധരൻ സാറെ കണ്ടുവന്ന ശേഷം ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു, ശ്രീധരൻ സാറുമായിട്ട് സംസാരിച്ച സമയത്ത് ഇത്രയേറെ സാധ്യതകൾ പാലക്കാടിന് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ പല യോഗങ്ങളിലും, സ്വീകരണ യോഗങ്ങളിലും, അതുപോലെ തന്നെ പരിപാടികളിൽ സംബന്ധിക്കുന്ന സമയത്ത് ശ്രീകുമാരൻ മാഷ് ജനങ്ങൾ പല ആവശ്യങ്ങളും എന്നോട് പറയുന്ന സമയത്ത്, ശ്രീധരൻ സാറുമായിട്ട് സംസാരിച്ച സമയത്ത് സാറ് പറഞ്ഞു കൊടുത്ത, സാറുടെ ഭാഗത്ത് കിട്ടിയ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിരുന്നു. റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാറ് അതിനുള്ള ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സാറ് പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. അത് ജനങ്ങളോട് പറയുന്ന സമയത്ത് അവർ വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും എന്നെ എല്ലാം കാണുന്നുണ്ടായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും പാലക്കാടിനെ ഒരുപാട് നേടിയെടുക്കാനുണ്ട്. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ഇൻഡസ്ട്രിയൽ കോറിഡോറും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ കഞ്ചിക്കോട് വ്യവസായ മേഖലയെ പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. പാലക്കാട് കാർഷിക ജില്ലയാണ്. കർഷകരെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയിലാണ്. നെൽകർഷകരും മറ്റെല്ലാ കർഷകരുമെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് മോദിജിയെ കാണുന്നത്. അവരുടെ ഏക പ്രതീക്ഷ ഇന്ന് നരേന്ദ്രമോദി സർക്കാരാണ്. ആ പ്രതീക്ഷ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് നമുക്ക് ഉയരാൻ കഴിയും. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് പാലക്കാട് ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ വിഭാവനം ചെയ്ത ഒരു വികസന രേഖയാണ് നമ്മുടെ. അതോടൊപ്പം തന്നെ ഇന്ന് പൂർവ്വ സൈനിക പക്ഷത്തിന്റെ സ്വീകരണ പരിപാടി കൂടി ഇന്ന് ഇവിടെ നടക്കുക. ഞാനും പ്രബല ചേച്ചി വേദിയിലുണ്ട്.
ഒരുപക്ഷെ കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ പാലക്കാട് ജില്ലയിലെ സൈനികരുടെ, പൂർവ്വ സൈനികരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു പാലക്കാട് ഒരു വാർ മെമ്മോറിയൽ എന്നുള്ളത്. കോട്ടമൈതാനത്ത് പൂർവ്വ സൈനികരുടെ ആവശ്യപ്രകാരം നമ്മളൊരു വാർ മെമ്മോറിയൽ പ്ലാൻ ചെയ്തിരുന്നു. അത് കോവിഡ്, അതിന്റെ ടെൻഡറും എല്ലാ നടപടികളും കഴിഞ്ഞതായിരുന്നു. പക്ഷെ കോവിഡ് വന്നതുകൊണ്ട് നമുക്ക് അതിന്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ പൂർവ്വ സൈനികർക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടാൽ 1 വർഷത്തിനുള്ളിൽ പാലക്കാട് നഗരസഭയുടെ സഹകരണത്തോടുകൂടി പാലക്കാട് കോട്ടമൈതാനത്ത് നേരത്തെ നമ്മൾ വിഭാവനം ചെയ്ത വാർ മെമ്മോറിയൽ പൂർത്തീകരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. പാലക്കാട് ഇന്നത്തെ 14ാം സ്ഥാനത്തായിരിക്കില്ല. പാലക്കാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായിട്ട് മാറ്റാൻ ഈ ശ്രീധരൻ സാറെ പോലെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി, ഉപദേശത്തോടുകൂടി കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവണം. കൂട്ടായിട്ട് പ്രവർത്തിച്ചാൽ ഇത്തവണ നമുക്ക് 100% വിജയിക്കാൻ കഴിയും. മോദിജി ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും ഒരേ ഒരു മന്ത്രമാണ് ശ്രീ നരേന്ദ്രമോദി, മോദി എന്നുള്ള ആ മന്ത്രം. ആ മന്ത്രം ഇത്തവണ ബാലറ്റിലൂടെ പ്രതിഫലിക്കും. നമുക്ക് പാലക്കാട് വിജയിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ബാക്ക്ഗ്രൗണ്ട് മാറ്റി